പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, പ്രഭാഷകൻ 28 അധ്യായം 1 തിരുവചനം. പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും, അവിടുന്ന് എൻ്റെ പാപം മറക്കുകയില്ല. പ്രതികാരം നമ്മെ ദൈവത്തിൽ നകറ്റുന്നു. ഒരു ജീവിത കഥയിലേക്ക് കടന്നിയല്ല. കാസിയയിലെ വിശുദ്ധ റീത്ത, മാതാപിതാക്കളുടെ വാർദ്ധക്യകാലത്തെ ഏക പുത്രി. ഒരു അഗസ്തീനിയൻ മഠത്തിൽ ചേരാൻ ആഗ്രഹിച്ച റീത്തയെ മുൻകോപിയും മദ്യപനുമായ പോൾ ഫെർഡിനാൻഡിന് വിവാഹം ചെയ്തു കൊടുക്കുകയാണ് ചെയ്തത്. എന്നും ദേഹോപദ്രവം. എങ്കിലും 2 ആൺമക്കളോടുകൂടി അവൾ ദേവാലയത്തിൽ പോയിരുന്നു. പ്രാർത്ഥനയുടെ ഫലമായി പോൾ മാനസാന്തരപ്പെട്ടു. എന്നാൽ വൈകാതെ ഒരു വനത്തിൽ വെച്ച് ചിലർ അദ്ദേഹത്തെ വധിച്ചു. റീത്ത ക്ഷമിച്ചെങ്കിലും മക്കൾ പ്രതികാരദാഹവുമായി മുന്നേറി. റീത്ത പ്രാർത്ഥിച്ചു, പ്രതികാരം ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ മക്കൾ മരിക്കണം. അത് സംഭവിച്ചു. ഘാതകരോട് ക്ഷമിച്ചുകൊണ്ടാണ് ആ 2 മക്കളും അധികം വൈകാതെ മരണമടഞ്ഞത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും പല സാഹചര്യങ്ങളിലും നമ്മെ വേദനിപ്പിക്കുന്നവരെ കണ്ടെത്താറില്ലേ? അവരോട് പ്രതികാരമല്ല, ക്ഷമയാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതും നാം ചെയ്യേണ്ടതും. അതിനുള്ള വരം നമുക്ക് ചോദിച്ചു വാങ്ങാം. പരിശുദ്ധമ്മേ മാതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ ക്ഷമിക്കുന്ന കുടുംബങ്ങളാക്കി മാറ്റണമേ. ഞങ്ങളുടെ വ്യക്തി ജീവിതം ക്ഷമയുടേതാക്കി മാറ്റണമേ. അമ്മ തന്നെ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ.